ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ PV അൻവർ നിലമ്പൂർ MLA എന്നുള്ള ആ സംഭവം അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രാജിയായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. അതിനുശേഷം അൻവർ എങ്ങോട്ട് പോകും, ഇത് അൻവറിൻ്റെ അടവാണ്. അത് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു നിമിഷം മുമ്പ് എൻകൗണ്ടറിൽ ചർച്ച ചെയ്തത്. നമുക്ക് കുറേ PV അൻവറിൻ്റെ വാർത്ത മാത്രമല്ല മറ്റു പല വാർത്തകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. നമ്മൾ ആരംഭിക്കുന്നു പ്രൈം ടൈം. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയാകുന്നു. കൊളീജിയത്തിൻ്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. രാഷ്ട്രപതി ഫയലിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ബീഹാറിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു K വിനോദ് ചന്ദ്രൻ. ഇതുവരെ കൂടുതൽ വിവരങ്ങൾ അച്യുതൻ ഡൽഹിയിൽ നൽകും. അച്യുതൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ് SKN. ഇതിനു മുൻപ് അതായത് മലയാളി മുഖമായിരുന്ന ജസ്റ്റിസ് CT രവികുമാർ ഈ ജനുവരി 5-നാണ് സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്തിൽ നിന്നും വിരമിച്ചത്. അതിനു പിന്നാലെ തന്നെ ഇനി ആരായിരിക്കും സുപ്രീം കോടതിയിലെ ഒരു മലയാളി മുഖം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. അതിലാണ് കൊളീജിയം ഒടുവിൽ ഇത്തരത്തിൽ നിലവിലെ പട്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന K വിനോദ് ചന്ദ്രന്റെ പേര് കൊളീജിയം ശുപാർശ ചെയ്യുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള കൊളീജിയമാണ് ആ പേര് മുന്നോട്ട് വച്ചത്. ആ ശുപാർശയ്ക്കാണ് ഇപ്പോൾ കേന്ദ്രം അംഗീകരിക്കുകയും നിലവിൽ ആ നിയമന ഉത്തരവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിടുകയും ചെയ്തിരിക്കുന്നത്. അതായത് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കും. ഈ ജനുവരി 7-നാണ് കൊളീജിയം ഇത്തരത്തിൽ അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിയായിട്ട്. 2011 നവംബർ 8-നാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം കേരള ഹൈക്കോടതി ജഡ്ജിയെ അദ്ദേഹം നിയമിതനാകുന്നത്. അതിനുശേഷം 2023 മാർച്ചിൽ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹം ഉയർത്തപ്പെടുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. 11 വർഷത്തിലേറെയായി ജഡ്ജി എന്നുള്ള ഒരു അനുഭവ പരിചയവും അതുപോലെ തന്നെ 1 വർഷത്തിലേറെയായി ചീഫ് ജസ്റ്റിസ് എന്ന അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കൊളീജിയം അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്യുന്നത്. മാത്രമല്ല, മെരിറ്റുകൾ നോക്കുമ്പോൾ അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ചീഫ് ജസ്റ്റിസുമാരുടെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 13-ാം സ്ഥാനവും കേരള ഹൈക്കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റിയിൽ 1-ാം സ്ഥാനവുമുള്ള ആളുകൂടിയാണ് ഈ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ആണ് ഇത് ലഭിക്കുവാനുള്ള, അതായത് കൊളീജിയം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി ശുപാർശ ചെയ്യുകയും ആ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചുകൊണ്ട് ആ നിയമന ഉത്തരവിൽ ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത്. അച്യുതൻ, അഭിമാനകരമായ കാര്യമാണ്. മലയാളി ജസ്റ്റിസ് വിനോദ് K ചന്ദ്രൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയായി ഫയൽ രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന വാർത്ത. പൈലവൻ കണ്ണൂർ പറയുന്നു, ഇങ്ങേർക്ക് ഒരു കൊല ചെന്തങ്ങ് കൊടുത്തയക്കരുതോ തോളിലിട്ടുകൊണ്ട് വരാൻ എന്നാണ്. എൻ്റെ ആ ഇടനാഴിയിലൂടെയുള്ള വരവ് കണ്ടപ്പോഴാണ് ഒരു കൊല തേങ്ങയൊക്കെ തോളയിലിട്ട്. അതൊക്കെ കൊള്ളാം, നല്ല ഐഡിയ കേട്ടോ, സൂപ്പർ ഐഡിയ. പൈലവൻ കണ്ണൂർ ഒരു കൊല തേങ്ങയുമായിട്ട് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരൂ. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക്. അതിന് പോകുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. MG റോഡിൽ തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് തീ പിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണമെന്നാണ് നിഗമനം. കണ്ണാപുരം സ്വദേശി പ്രകാശനും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിനാണ് തീ പിടിച്ചത്. പുക വീരുന്നത് കണ്ട് അവർ വാഹനം നിർത്തി ഇറങ്ങി. അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായെന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാക്കളുടെ കാര്യം. ഇതിൽ ഒരു മലയാളി യുവാവിന് ദാരുണ അന്ത്യമുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് ഏറ്റുമുട്ടലിനിടെ മരിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ കുര്യൻ മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്ന വാർത്ത. വിവരം രാവിലെ വീട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൃശ്യങ്ങൾ കൂടി വീട്ടുകാർക്ക് കിട്ടിയിരുന്നു. കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ബിനിലിന്റെയും ജെയിനിന്റെയും മോചനത്തിനായി കുടുംബങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. നിസ്സഹായാവസ്ഥ 24 പുറത്തു കൊണ്ടുവന്നതോടെ മലയാളി യുവാക്കളുടെ ദുരിതം പുറം ലോകമറിഞ്ഞു. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനും വിഷയത്തിൽ ഇടപെട്ടു. എന്നാൽ അവസാന പ്രതീക്ഷയും ബാക്കിയാക്കിയാണ് ബിനിലിന്റെ മരണവിവരം ഇന്ന് പുറത്തുവന്നത്. ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പരിക്കേറ്റ ജെയിൻ കുര്യനാണ് ബിനിലിന്റെ മരണവിവരം ബന്ധുക്കളിൽ ചിലരെ അറിയിച്ചത്. എന്നാൽ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ജെയിനെ മോസ്കോയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു.
ഇതോടെ ബിനിലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ദിവസങ്ങളായി ബുദ്ധിമുട്ടിയ ബന്ധുക്കൾ പരാതിയുമായി വീണ്ടും ജനപ്രതിനിധികളെയും സർക്കാരിനെയും സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് മരണവിവരം ഇന്ന് ഉച്ചയോടെ ഔദ്യോഗികമായി ഇന്ത്യൻ എംബസി കുടുംബത്തെ അറിയിച്ചത്. 24 തൃശൂർ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടി കാട്ടിൽ വിട്ട കുട്ടിയാനയ്ക്ക് അമ്മയാനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ നേരത്തെ ഈ വാർത്ത വിട്ടിരുന്നു, ഈ കുട്ടിയാനയുടെ കാര്യം. ഈ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടിയാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ RRT സംഘം പിടികൂടി മുത്തങ്ങ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കഥ കേട്ടാൽ ഒരു വല്ലാത്ത കഥയാണ് കേട്ടോ. സുർജിത്ത് അയ്യപ്പത് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ കുട്ടിയാനെ ചികിത്സിച്ച് കാട്ടിലേക്ക് കൊണ്ടുവിട്ടതല്ലേ ഈ RRT സംഘം? എന്നിട്ട് വീണ്ടും ഈ ആനക്കൂട്ടം ഈ കുട്ടിയാനെ അംഗീകരിക്കാതെ പോയതാണോ? എന്താണ് കഥ? അത് തന്നെയാണ് കഥ. SKN കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുള്ളൻകൊല്ലിയിൽ കൂട്ടം തെറ്റി ആന വന്നത്. പക്ഷെ ആനക്കുട്ടി കടുവയുടെ ആക്രമണത്തിന് വിധേയനായിരുന്നു. അതിന്റെ തുമ്പിക്കൈയും ഒപ്പം തന്നെ കാലിനൊക്കെ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പിടികൂടിയ ശേഷം നേരെ എത്തിച്ചത് ബേഗൂരിലേക്കാണ്. ബേഗൂരിൽ വെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. ഇതിനുശേഷം വനംവകുപ്പ് ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിൽ ഇതിനെ ഈ ആനക്കൂട്ടം തള്ളയാന ഉൾപ്പെടെ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അത് കാട്ടിക്കുളം കാർമൽ എസ്റ്റേറ്റിന് സമീപത്താണ് ഇന്ന് കുട്ടിയാനയെ കണ്ടത്. ഇതിന് പിന്നാലെ വെറ്റിനറി ടീമിന്റെ നേതൃത്വത്തിൽ കുട്ടിയാനയെ പിടികൂടി. മുത്തങ്ങയിലാണ് ഇനിയുള്ള കാലം ഈ കുട്ടിയാന ഉണ്ടാവുക. അത്യാവശ്യം കുട്ടിക്കുറുമ്പൊക്കെ കാട്ടി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. കുട്ടിക്കുറുമ്പൊക്കെ കാട്ടി നിറഞ്ഞു നിൽക്കുകയാണ് ഈ കുട്ടിയാന. എന്തായാലും 6 മാസം പ്രായമുള്ള കുട്ടിക്കൊമ്പനാണിത്. ഈ കടുവയുടെ ആക്രമണത്തെ തുടർന്നാണ് ഇതിന് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത്. അങ്ങനെ തള്ളയാനയിൽ നിന്ന് വേർപെട്ട് ഈ മുള്ളൻകൊല്ലി തൃശ്ശിലേരിക്ക് അടുത്തുള്ള മുള്ളൻകൊല്ലിയിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ പിടികൂടിയത്. എന്തായാലും നോർത്ത് DFO മാർട്ടിൻ ലോവലും ഒപ്പം തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുവും അവിടുത്തെ റേഞ്ച് ഓഫീസറായിട്ടുള്ള രഞ്ജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനെ വീണ്ടും പിടികൂടി മുത്തങ്ങയിൽ എത്തിയിരിക്കുന്നത്. ഇനി പരിക്കൊക്കെ ഭേദമായി ആന സുഖപ്പെട്ട് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അത്യാവശ്യം ആനപ്പന്തിയിൽ ചാടി കളിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ആനക്കുട്ടിയെ കാണാനും കഴിയുന്നത്. SKN. താങ്ക് യു സുർജിത്ത് അയ്യപ്പ. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിക്കെതിരായ ലൈംഗിക പീഡനത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 43 ഉയർന്നു. ഇന്ന് മാത്രം 15 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കേസന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 18-കാരിയുടെ മൊഴിയിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 58 പേരെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു. ഇതിൽ ചിലർ വിദേശത്താണ്. ആകെ 29 FIR ആണ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി രേഖപ്പെടുത്തിയത്. മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിട്ടുള്ള പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പെൺകുട്ടിയെ 4 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന് FIRലുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധു ഇവിടെ ചികിത്സ തേടിയിരുന്നു. ഇവരെ കാണാനെന്ന വ്യാജേന പെൺകുട്ടിയെ എത്തിച്ച് ശുചിമുറിയിൽ വെച്ചായിരുന്നു പീഡനം. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ആയിരുന്നാലും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി CBI അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 പത്തനംതിട്ട. ഷാബി കൊമേരയുടെ യൂട്യൂബ് സന്ദേശം പറയുന്നത് SKN ഇന്ന് നല്ല റിലാക്സ്ഡ് ആണ്. എൻ്റെ അമ്മോ, SKNൻ്റെ ഈ കലിപ്പ് കാണാൻ വയ്യാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കലിപ്പാകുമ്പോൾ നമ്മൾ കടുത്ത രീതി തന്നെ നിൽക്കും. പക്ഷേ എനിക്ക് കലിപ്പിൽ വലിയ താല്പര്യമില്ല. നിങ്ങളുടെ മുമ്പിലൊക്കെ വളരെ ചിരിച്ച് റിലാക്സ്ഡായിട്ട്, അതല്ലേ ഈ വിനായകൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രകോപിതനാകാഞ്ഞത്. അപ്പോൾ കലിപ്പില്ലാതെ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ ചില ആളുകൾ മുന്നിൽ വന്ന് കലിപ്പുണ്ടാകും, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. എന്നാലും പരമാവധി ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കൂടിയാതെ നോക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. തദ്ദേശ വകുപ്പ് കമ്മീഷനായി നിയമിച്ചതിലെ അപാകത ചൂണ്ടിക്കാണിച്ച് B. അശോക് IAS ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കേഡർ തസ്തികയിലേക്ക് പുറത്ത് നിയമിക്കുമ്പോൾ സമ്മതം വാങ്ങണം. ഈ വ്യവസ്ഥ ഓർമ്മിച്ചാണ് B. അശോകൻ്റെ കത്ത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, നമസ്കാരം, പറയൂ.
SKN നമസ്കാരം. IAS പോര് കടുക്കുന്നതിനിടയിലുള്ള ഒരു പുതിയ സംഭവ വികാസമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപാദന കമ്മീഷണറുമായ B. അശോകിനെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹത്തെ തദ്ദേശ വകുപ്പ് കമ്മീഷനായി നിയമിച്ചിരുന്നു. IAS പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കേഡറിന് പുറത്തുള്ള ഒരു പുതിയ പദവിയായിട്ടാണ് സർക്കാർ ഉത്തരവ് ഇറക്കി നിയമനം നടത്തിയത്. എന്നാൽ ഈ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, അതിലെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B. അശോക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ കത്ത് നൽകിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള IAS ഉദ്യോഗസ്ഥരെ കേഡറിന് പുറത്തുള്ള തസ്തികയിലേക്ക് നിയമിക്കുമ്പോൾ അവരുടെ കൺസെൻറ്റ് വാങ്ങണമെന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും ചട്ടങ്ങളും കോടതി വിധികളും ഉണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് B. അശോക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കത്ത് നൽകിയിരിക്കുന്നത്. ഈ പുതിയ പദവി, അതായത് കേഡറിന് പുറത്തുള്ള തദ്ദേശഭരണ കമ്മീഷനായിട്ടുള്ള നിയമനം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് കൂടി അദ്ദേഹം കത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു പുതിയ വിവാദമായി സർക്കാരിൻ്റെ ഭരണതലത്തിൽ വളരുകയാണ്. ചീഫ് സെക്രട്ടറി ഇതുവരെ B. അശോകിൻ്റെ കത്തിന് മറുപടി നൽകിയതായി അറിവില്ല. സർക്കാരിൻ്റെ കത്തിന് ശേഷമായിരിക്കും അടുത്ത നടപടികൾ എന്താണെന്ന കാര്യം B. അശോക് ആലോചിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ IAS വൃത്തങ്ങളിൽ ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് നമുക്കൊപ്പം ചേർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. തൃശ്ശൂർ MG റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് നിഗമനം. കണ്ണാപുരത്തെ പ്രകാശനും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിലാണ് തീപിടിച്ചത്. ഈ കാർ കത്തുന്ന കണ്ടില്ലേ? സൂരജ് സജി ടെലിഫോണിൽ. സൂരജ് സജി, എന്താണ് സംഭവിച്ചത്? ശരിക്കും ഷോർട്ട് സർക്യൂട്ടാണോ ശരിക്കും കാരണം? ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ ഈ കാറിന് തീപിടിക്കാൻ ഇടയാക്കിയതെന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന നിഗമനം. ഇന്ന് 8 മണിയോടുകൂടിയാണ് തൃശൂർ MG റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിക്കുന്നത്. കണ്ണാപുരം സ്വദേശി പ്രകാശനും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിനാണ് തീപിടിക്കുന്നത്. ഈ വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഈ വാഹനം നിർത്തി ഇവർ പെട്ടെന്ന് പുറത്തിറങ്ങുകയായിരുന്നു. വലിയ രീതിയിൽ പുക ഉയരുകയും പിന്നീട് തീ ആളിക്കത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് നാട്ടുകാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ പുക ഉയരുന്നത് കണ്ട് വാഹനത്തിൽ നിന്ന് ഈ യാത്രക്കാർ പുറത്തിറങ്ങിയതാണ് അപകടം ഉൾപ്പെടെ ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഫയർഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ അത്യാഹിതമൊന്നും ഉണ്ടാകാതെ അത് ഒഴിഞ്ഞുപോയി എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി സ്ഥലം തൽക്കാലം തുറക്കില്ല. കല്ലറ തുറക്കുന്നതിൽ തീരുമാനം നാളെ ഉണ്ടാകുമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പൊളിക്കാതിരുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കല്ലറ പൊളിക്കാൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥന്മാർ എത്തിയത് നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇടയാക്കിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവുമായി കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും രാവിലെ സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ. പ്രതിഷേധവുമായി ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും രംഗത്ത്. കുടുംബത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ നിലപാടെടുക്കാവൂ എന്ന് കുടുംബത്തിന്റെ അഭിഭാഷകരും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ആവശ്യപ്പെട്ടു. ഇതോടെ കല്ലറ തുറക്കണമെന്നും വേണ്ടെന്നും പറയുന്നവർ തമ്മിൽ തർക്കമായി. ക്രമസമാധാന പ്രശ്നമായി മാറിയതോടെ നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചു. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ബന്ധുക്കൾ പറയുന്നതാണോ പരാതിയിൽ പറയുന്നതാണോ ശരിയെന്ന അന്വേഷണമാണ് നടക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു. പൂജയൊക്കെയായി നടന്ന ഗോപൻ സ്വാമി ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടെന്ന് നാട്ടുകാരറിയുന്നത് ഈ പോസ്റ്ററിലൂടെയാണ്. വിശ്വാസമോ ആചാരമോ എന്തുതന്നെയായാലും മരിച്ച ഒരാളെ ആരുമറിയാതെ സമാധി ഇരുത്തിയെന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംശയങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അത് നിയമപരമായി തന്നെ ദൂരീകരിക്കപ്പെടണം. ആറാലുമുട്ടിൽ നിന്നും ജിനുവിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. ഇന്ന് നമ്മുടെ ഒരു ലിനി കുരുവിള പറയുന്നത് പത്തനാപുരത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ആക്സിഡന്റ് ഉണ്ടായ ഒരാൾ മരിച്ചു എന്നാണ്. ആ വാർത്ത നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ എന്തായാലും അന്വേഷിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന കാര്യം. ഇന്ന് വന്ന സങ്കടകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തൃശ്ശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥിനികളിൽ 2 പേർ മരിച്ചു. പട്ടിക്കാട് സ്വദേശികളായ അലീന, ആൻ ഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിൽ തുടരുന്ന 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പട്ടിക്കാട് സ്വദേശി ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ചികിത്സയിലിരിക്കെ മരിച്ചത് ഇന്ന് പുലർച്ചെ ഉച്ചയ്ക്ക് 1:33 ആൻഗ്രേസും മരണത്തിന് കീഴടങ്ങി.
വെള്ളത്തിൽ വീണ് പരിക്കേറ്റ മറ്റു 2 കുട്ടികളുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ചാണ് ചികിത്സ തുടരുന്നത്. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള അയറിൻ, പീച്ചി സ്വദേശി 12 വയസ്സുള്ള നിമ എന്നിവരാണ് ചികിത്സയിൽ തുടരുന്നത്. നമുക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിട്ടിക്കൽ കെയറിൽ പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട ICUവിൽ തന്നെ പൂർണ്ണസമയം വെന്റിലേറ്ററിൽ ആണെന്നുള്ളത് കൊണ്ട് പൂർണ്ണസമയ സുരക്ഷയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയപ്പോഴാണ് 4 അംഗ സംഘത്തിലെ ഒരാൾ റിസർവോയറിൽ വീഴുന്നത്. കാൽ വഴുതി വീണയാളെ രക്ഷിക്കാൻ ശ്രമിച്ചതോടെ മറ്റു 3 പേരും മുങ്ങിത്താഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട പീച്ചി സ്വദേശി നിമയുടെ സഹോദരി ഹിമയുടെ സുഹൃത്തുക്കളാണ് ആൻഗ്രേസും അയറനും അലീനയും. 24 തൃശൂർ. PR ശിവപ്രസാദ് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നത് പറയുന്നത് SK വീണ്ടും മലയാളം തെറ്റായി കാണിക്കുന്നു. ശുപാർശ എന്ന തെറ്റാണ്, ശുപാർശ എന്നതാണ് ശരി, ശുപാർശയാണ് ശരി. അതിനായി ഞാൻ ശുപാർശ ചെയ്യുന്നു താങ്കളോട്. സർക്കാർ ജീവനക്കാരുടെ സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി സംസ്ഥാന സർക്കാർ. പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സൃഷ്ടികൾ വകുപ്പ് മേധാവി മാത്രം പരിശോധിച്ചാൽ മതി. പ്രതിഫലം വാങ്ങുന്നില്ലെന്നും വകുപ്പ് മേധാവികൾ ഉറപ്പാക്കണം. നേരത്തെ സർക്കാരിന് സമർപ്പിച്ച് അനുമതി വാങ്ങിയാൽ മാത്രമേ സർക്കാർ ജീവനക്കാർക്ക് പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇതിനൊരു മാറ്റം വരികയാണ്. സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് ഈവനിങ്. ഉമേഷേ, യഥാർത്ഥത്തിൽ ഇനി സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടം പോലെ എഴുതാം, എഴുത്തോടെ എഴുത്താകാം, ഒരു പ്രശ്നമില്ല. അതാ കളി, പറയും. ഗുഡ് ഈവനിങ് എക്സ്ചേൻ. എന്തായാലും സർക്കാർ ജീവനക്കാരുടെ കാലങ്ങളായി ഉള്ള ആവശ്യമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു നോവലോ കഥയോ എഴുതി കഴിഞ്ഞാൽ അത് വകുപ്പ് മേധാവി വഴി പൊതുഭരണ വകുപ്പിലേക്ക് പോകണം. പൊതുഭരണ വകുപ്പ് ഇത് പരിശോധിക്കും. പരിശോധിച്ച ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ, അതായത് എന്തെങ്കിലും വിവാദമായ കണ്ടന്റുകൾ, അതായത് രാജ്യവിരുദ്ധമായോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായോ വർഗീയപരമായോ ഉള്ള കണ്ടന്റുകളെല്ലാം ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക സമിതി വെക്കണം. ആ സമിതി പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയാൽ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാൻ അനുമതി ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം പ്രതിഫലം ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നടത്താനും പാടില്ല. അത് നേരത്തെയുള്ള നിയമവുമാണ്. എന്നാൽ ഇത്തരത്തിൽ നിരവധി കലാസൃഷ്ടികൾ ഇപ്പോഴും ക്ലിയറൻസ് ലഭിക്കാതെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നിരവധി ജോലികളുണ്ട്. ഒപ്പം സമിതി അത് ക്ലിയറൻസ് നൽകുക, അതെല്ലാം വലിയ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സുകൾ പൂർത്തിയാക്കാത്തതുകൊണ്ട് തന്നെ പല കലാസൃഷ്ടികളും കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കുറച്ചുകൂടി ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഏതാണോ വകുപ്പ് മേധാവി, ഏത് വകുപ്പിലുള്ള ജീവനക്കാരനാണോ തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നത്, അത് സ്വന്തം വകുപ്പ് മേധാവിയുടെ ക്ലിയറൻസ് മാത്രം വാങ്ങിയാൽ മതി. സ്വന്തം വകുപ്പ് മേധാവി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിവാദമാകാനുള്ള സാധ്യതയുള്ള പരാമർശങ്ങളോ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായ അല്ലെങ്കിൽ എതിരായിട്ടുള്ള പരാമർശങ്ങളോ ഉണ്ടോ എന്നെല്ലാം പരിശോധിക്കണം. പരിശോധിച്ച ശേഷം ആ വകുപ്പ് മേധാവിക്ക് തന്നെ അനുമതി നൽകാം. പക്ഷേ ഈ പ്രതിഫലം വാങ്ങുന്നില്ല എന്നുള്ള ഉറപ്പ് വകുപ്പ് മേധാവി പരിശോധിക്കുക തന്നെ വേണം. അതിനുശേഷം അനുമതി നൽകാം. എന്തായാലും എഴുത്തുകാരായ സർക്കാർ ജീവനക്കാർക്ക്, ഇനി എഴുതാൻ ആഗ്രഹിക്കുന്ന സർക്കാർ ജീവനക്കാർക്കെല്ലാം അനുകൂലമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് എടുത്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ PV അൻവർ MLA നിലമ്പൂരിൽ നിന്നുള്ള MLA സ്ഥാനം രാജിവെച്ചു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDFനെ പിന്തുണയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എന്നാൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ കൂടി ഇന്ന് കയറി പ്രഖ്യാപിച്ചു കളഞ്ഞു. VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നിലമ്പൂരിലെ DCC പ്രസിഡന്റാണ് VS ജോയി. എന്നാലും അദ്ദേഹത്തെ VS ജോയിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞതോടെ ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നു. എന്നാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ആയാലും UDFൽ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിൽ വന്നു. എന്നാൽ PV അൻവർ ഇനി ഒരു ചലനവും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് CPIMൻ്റെ പ്രതികരണം. നിയമസഭാ മന്ദിരത്തിൽ നേരിട്ടെത്തിയാണ് സ്പീക്കർ AN ഷംസീറിന് PV അൻവർ രാജിക്കത്ത് കൈമാറിയത്. തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തിന് മുന്നോടിയായി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. മലയോര ജനതയുടെ പ്രതിനിധിയായി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDFനോട് അൻവർ. ആര്യാടൻ ഷൗക്കത്തിന് പരിഹാസം. ആര്യാടൻ്റെ മകനാ പുള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്ന കേട്ടു. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ആളുകൾക്ക് തന്നെ അറിയാമെന്നായിരുന്നു പരിഹാസത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. CPIMനും സർക്കാരിനുമെതിരെ PV അൻവർ ഉയർത്തിയ നിലപാടുകളോട് യോജിക്കുന്നെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മുന്നണിയും തീരുമാനിച്ചോളാമെന്ന് മറുപടി. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്.
PV അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല, ഇപ്പോൾ തുറന്നിട്ടുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം PV അൻവറിനെ അവഗണിക്കുമെന്ന സൂചനയാണ് CPIM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായത്. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒന്നുമില്ല. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. രാജിക്ക് പിന്നാലെ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായി മമതാ ബാനർജി നിയമിച്ചു. 24 തിരുവനന്തപുരം. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ പിഴവുണ്ട്. മലപ്പുറത്തെ DC പ്രസിഡന്റാണ് VS ജോയ്, നിലമ്പൂരല്ല. മലപ്പുറം DCCയുടെ പ്രസിഡന്റാണ് VS ജോയ്. ഈ VS ജോയിയാണ് നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഇന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി. ആവശ്യപ്പെടുകയായിരുന്നില്ല, താൻ അഭ്യർത്ഥിച്ചതാണ്. അഭ്യർത്ഥന വേണമെങ്കിൽ സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിരാകരിക്കാം എന്ന പക്ഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്, PV അൻവറിനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം താൻ ഉന്നയിച്ചതെന്ന PV അൻവർ ഇന്ന് വെളിപ്പെടുത്തി ഞെട്ടിച്ചു. ആരോപണത്തിൽ VD സതീശനോട് PV അൻവർ ഇന്ന് മാപ്പും ചോദിച്ചു. മാപ്പ് അപേക്ഷ സ്വീകരിക്കുന്നുവെന്നായിരുന്നു VD സതീശൻ്റെ പ്രതികരണം. ആരോപണം തള്ളിയ P ശശി PV അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ VD സതീശൻ കേരളത്തിന് പുറത്തുനിന്ന് 150 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരി 31-ന് PV അൻവർ നിയമസഭയിൽ ആരോപിച്ചത്. ഒരു വർഷം തികയും മുമ്പേ VD സതീശനോട് മാപ്പ് പറഞ്ഞ് PV അൻവർ. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ആരോപണം ഉന്നയിക്കാൻ തനിക്ക് നിർദ്ദേശം നൽകിയത് P ശശിയാണെന്നും അൻവറിന്റെ വെളിപ്പെടുത്തൽ. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി എന്താ പറയുക, ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ്. CPM-ലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് P ശശിക്കെതിരായി പരാതിയുമായി രംഗത്ത് വന്നതെന്നും അൻവർ വെളിപ്പെടുത്തി. എന്നാൽ അതാരെന്ന ചോദ്യങ്ങൾക്ക് PV അൻവർ മറുപടി നൽകിയില്ല. അൻവറിന്റെ മാപ്പപേക്ഷ സ്വീകരിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. തനിക്കെതിരെയുള്ള PV അൻവറിന്റെ ആരോപണം P ശശി തള്ളി. PV അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് P ശശി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. മോനിഷയ്ക്ക് ഒരു സംശയം യൂട്യൂബിലൂടെ ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് 3 മണിക്കൂർ നേരം 4 പെൺകിടാങ്ങളെ അണിനിരത്തി ന്യൂസ് അവതരിപ്പിക്കാൻ കാരണം എന്താണ്? ഇപ്പോൾ ചോദിച്ചില്ലേ, അത്രയുള്ളതിൻ്റെ കാരണം. 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മൾ വിമൻസ് വേൾഡാണ് അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തരായ നമ്മുടെ അവതാരകർ അവതരിപ്പിക്കുന്ന വിമൻസ് വേൾഡ് നാളെ ഇനി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാണാം. നിങ്ങൾ കാണുക, വിലയിരുത്തുക. വിമൻസ് ഈവനിങ് ആണ്, വിമൻസ് വേൾഡ് അല്ല, വിമൻസ് ഈവനിങ് ആണ്. അപ്പോൾ ഈ സ്ത്രീകൾ, വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ വ്യത്യസ്തരായ നമ്മുടെ വനിതാ അവതാരകരും അണിചേരുന്നു എന്ന് മാത്രമാണ്. മോനിഷയ്ക്ക് എന്തായാലും ഇത് അന്വേഷിക്കാൻ തോന്നിയത് നന്നായി. നാളെ ഉച്ചയ്ക്ക് കൂടി കണ്ട് എന്നെ അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ ഹസീന പറയുന്നു SKN ഈ വിമൻസ് ഈവനിങ് കാണാൻ പറ്റുന്നില്ല, കാരണം ഓഫീസിൽ പോകും. ആ സമയത്ത് ഫോണൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ ഓഫീസിൽ സമ്മതിക്കില്ല. എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നവരൊക്കെ കാണുക. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് നമ്മുടെ 4 പെൺപുലികൾ അവതരിപ്പിക്കുന്ന ഈ വിമൻസ് ഈവനിങ്. എല്ലാ ദിവസവും ഉണ്ടാകും. തിരുവനന്തപുരം കണിയാപുരത്തെ വീട്ടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ കാണാനില്ല. കണ്ടൽ നിയാസ് മൻസിലിൽ വിജിയാണ് വീട്ടിലെ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വൈകുന്നേരം 5:30 മണിയോടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടെത്തിയത്. AV ജയശങ്കർ തിരുവനന്തപുരം ടെലിഫോണിൽ. ജയശങ്കർ, വിവരങ്ങൾ. ഈ തിരുവനന്തപുരത്ത് യുവതിയെ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചെത്തിയൊരു ഘട്ടത്തിലാണ് ഈ ഷാനി എന്ന വിജയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇതൊരു കൊലപാതകമാണോ എന്നാണ് പോലീസിന് സംശയമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട് പോലീസ്. ഈ യുവതി കുറച്ച് നാളുകളായി ഒരു തമിഴ്നാട് സ്വദേശിയും ഇവർക്കൊപ്പം താമസിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ഈ സംഭവത്തിന് പിന്നാലെ കാണാതായിട്ടുണ്ട്. ഈ രംഗൻ എന്ന് പറയുന്ന ആളായിരുന്നു ഇവരോടൊപ്പം താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്
ഒരു ഹോട്ടലിലെ ജോലിയായിരുന്നു. എന്തായാലും രാവിലെ 8:30 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ വിജിക്കൊപ്പം രംഗനും, തമിഴ്നാട് സ്വദേശി രംഗനും ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പരിശോധനകൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായി ഇതിൽ ഒരു കൊലപാതക സാധ്യത എന്തായാലും സംശയിക്കുന്നുണ്ട്. ഈ രംഗൻ എന്ന് പറയുന്ന ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ജോസ് തോമസ് പറയുന്നു, SKN ഒരു ചാനൽ ഒരേ സമയം ഒരാളുടെ മുഖം 2 മണിക്കൂറിൽ കൂടുതൽ കാണുമ്പോൾ അരോചകവും, രാവിലെ മുതൽ കണക്ക് സാർ ക്ലാസ് എടുക്കുന്ന പോലെയാകും, ഇടവിട്ട് പിടിക്കണം. എൻ്റെ ജോസ് തോമസേ, താങ്കൾ എന്നെക്കുറിച്ചാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. താങ്കൾ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ, അതായത് 6 കൊല്ലം കഴിഞ്ഞു ഞാൻ ഈ 7 മണിക്ക് തുടങ്ങി 10 മണിക്കും 10:30 മണിക്കും വരെയൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങൾക്ക് ഇത് അരോചകമായിരുന്നെങ്കിൽ അവരെന്ന് ഈ കൂട്ടിക്കെട്ടി 24 അടയ്ക്കില്ലായിരുന്നു. ജോസ് തോമസ് വെറുതെ ഓരോ കാര്യം ഗസ് ചെയ്ത് പറയില്ലേ കേട്ടോ. ചരിത്രത്തിൻ്റെ പിൻബലം വേണ്ട എല്ലാത്തിനും. മറ്റൊരു വാർത്തയിലേക്ക്. മുസ്ലിം ലീഗ് ബന്ധത്തെ ചൊല്ലി സംസ്ഥയ്ക്കകത്തെ തർക്കത്തിൽ താൽക്കാലിക പരിഹാരമുണ്ടായിരിക്കുന്നുവെന്ന് വാർത്ത വരുന്നു. സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ നിലപാടുള്ള നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട് സാദിഖ് അലി തങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ പറഞ്ഞു. ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി തുടങ്ങി സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയിലെ നേതാക്കളാണ് ഉച്ചയോടെ പാണക്കാടെത്തിയത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. ആശയവിനിമയത്തിലെ പിഴവുകൾ തെറ്റിദ്ധാരണകൾക്കിടയാക്കിയെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തോന്നി. ഇതിൻ്റെ നിജസ്ഥിതി തങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാവാത്തത് കൊണ്ട് വലിയ പ്രയാസവും സങ്കടവും ഞങ്ങൾക്കുണ്ടായിരുന്നു. നേർക്കുനേരെ ഈ കാര്യങ്ങളൊക്കെ വിശദമായി ബോധ്യപ്പെടുത്തി തങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചപ്പോൾ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ആ നിലയിൽ ഞങ്ങൾ സസന്തോഷം ഇന്ന് പിരിഞ്ഞു. താൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ഉമർ ഫൈസി മുക്കം. ഇനിയും ചർച്ചകൾ തുടരുമെന്ന് നേതാക്കൾ. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ പരാമർശത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനവുമായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ഞുരുക്കത്തിനുള്ള ചർച്ചകൾ. 24 മലപ്പുറം. MV ആരഫിൻ്റെ യൂട്യൂബ് സന്ദേശം SKN ഒരുപാട് മെസ്സേജ് അയച്ചു. SK കണ്ടു കണ്ടില്ല എന്ന് നടിക്കുന്നു, എന്താ കാരണം? അപ്പോൾ ഒരുപാട് വാർത്തകളുമൊക്കെ വരികയില്ലേ, അതേ ഉള്ളൂ. ഇപ്പോൾ വിഷ്ണു സുരേഷ് ഒരു അപകടത്തിൻ്റെ വാർത്ത അറിയിക്കുന്നു. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ ചോറ്റാനിക്കരക്കാരന് ദാരുണാന്ത്യമുണ്ടായി. ചോറ്റാനിക്കര 9-ാം വാർഡിൽ നാറാണത്തുകുഴിയിൽ വീട്ടിൽ ബാബുവിൻ്റെ മകൻ ആഷിഖ് ബാബുവാണ് മരിച്ചത്. 25 വയസ്സ് പ്രായമുണ്ടായത്. ചെറുപ്പക്കാരനായിരുന്നു. കൊച്ചിയിൽ നിന്നും രാമനാഥപുരത്തേക്ക് ടാറുമായി പോയ ടാങ്കർ ലോറി റോഡിൻ്റെ സൈഡ് മീഡിയയിൽ ഇടിച്ച് മറിഞ്ഞായിരുന്നു ഈ അപകടം ഉണ്ടായത്. കഷ്ടമായി പോയി. ആഷിഖ് ബാബുവാണ് മരിച്ചത്. 25 വയസ്സ് മാത്രം പ്രായമുള്ള ചോറ്റാനിക്കരക്കാരൻ. 2ാം ദിവസവും ഫലം കാണാതെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ ദൗത്യം. ഇന്ന് പുലർച്ചെ ഒരു ആടിനെ കൂടി കടുവ പിടികൂടി കൊന്നു. ഇന്ന് രാത്രിയും പെട്രോളിങ്ങും ആകാശ നിരീക്ഷണവും വനംവകുപ്പ് തുടരും. എന്തായാലും നാട്ടിൽ ഭീതിയാണ്. വനംവകുപ്പിന്റെ പെട്രോളിംഗ്, ഡ്രോൺ നിരീക്ഷണം, കുങ്കിയാനകൾ എല്ലാം സജ്ജം. ഇതിനിടയിൽ വീണ്ടും പുലർച്ചെ കടുവയെത്തി. അമരക്കുനിയുടെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ദേവർഗദ്ദ തുപ്ര റോഡിൽ കേശവന്റെ കറവയുള്ള ആടായിരുന്നു ഇര. കടുവയെ നേരിട്ട് കണ്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല കേശവനും ഭാര്യ സുലോചനയ്ക്കും. കിടന്നുമ്പോൾ ശബ്ദം കേട്ടു, പൊട്ടപ്പൊട്ടോന്ന് ശബ്ദം കേട്ടു. അത് പെണ്ണുങ്ങൾ പറഞ്ഞു അത് കടുവ വന്നിട്ട് തോന്നുന്നു ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ചാടി ഇറങ്ങി. ചാടി നമ്മൾ ഇവിടെ എത്തി കടുവ ആടിനെ പിടിച്ചു. അവിടെ പിടിച്ചിട്ട് അല്ല ചേട്ടനെ അല്ലെങ്കിൽ ഇത് കടുവയുടെ പുറകെ ഓടിപ്പോയി എന്താക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഓടി ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നു മാവിൻ്റെ അടുത്ത്. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം ഉടനെത്തി കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. കൂടിന്റെ തൊട്ടടുത്ത് വരെ കടുവയെത്തി. കടുവ കേബിളിൽ തട്ടിയതോടെ കൂട് അടഞ്ഞു. പകൽ സമയത്ത് ഇത് ടോട്ടലി ഇനാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇന്ന് പുലർച്ചെ, അതായത് വെളുപ്പാവുന്നതിന് മുമ്പ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈഗർ ഈ 2 കിലോമീറ്റർ ചുറ്റുപ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ തീർച്ചപ്പെടുത്താൻ കഴിയും. ദൗത്യം തുടരുന്നതിനാൽ ഇന്ന് അമരക്കുനി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 വയനാട്. സജികുമാർ ചോദിക്കുന്നു, ഈ PV അൻവറിന് 24 ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു.
അപ്പോൾ അദ്ദേഹം നടത്തുന്ന ചില രാഷ്ട്രീയ അഭ്യാസങ്ങളൊക്കെ തന്നെ വാർത്താ ചാനലുകളിൽ വലിയ വാർത്തയാകുന്നു. അത് നമ്മളാരും 24 മാത്രം ശ്രമിച്ചിട്ടല്ല, എല്ലാ ചാനലുകളും അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മുന്നാലെ ഈ ചാനൽ കയറിപ്പോയ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യും. അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുരേഷ് പറയുന്നു നെയ്യാറ്റിങ്കര സമാധി പൊളിക്കണം, അല്ലെങ്കിൽ നാളെ ഒരാൾ മരിച്ചാൽ നിയമത്തിന് അതിൻ്റെ വഴി പോകാൻ പറ്റില്ല. സുരേഷ്, അതിൻ്റെ യുക്തമായ തീരുമാനം നാളെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം എടുക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം നിയമം കയ്യിലെടുക്കാൻ ആരെയും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അത് വിശ്വാസത്തിൻ്റെ പേരിലായാലും കയ്യിലെടുക്കാൻ അനുവദിക്കാൻ പറ്റില്ല. ഷാജി മാത്യു പറയുന്നു താങ്കളെ കാണുമ്പം ഒരു സന്തോഷമാണ്. എനിക്കും എന്നെ കാണുമ്പോഴല്ല, നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. ജബ്ബാർ പറയുന്നു PV അൻവർ ആളാകാൻ നോക്കിയതാണ്, പക്ഷേ അദ്ദേഹം അപകടത്തിൽ ചാടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആർക്കും വേണ്ടതായി എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ആളുകൾക്ക് താല്പര്യമുണ്ട്, അതല്ലേ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അദ്ദേഹത്തിന് പിന്നാലെ ഉള്ളത്. അപ്പം സുരേഷ് കുമാർ ചോദിക്കുന്നു SKN 24 മയക്കുമരുന്ന വേട്ട എന്തായി? മയക്കുമരുന്നൊക്കെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അരുൺരാജ് കൊല്ലത്തു നിന്നൊരു വാർത്ത അറിയിക്കുന്നത് മൈനാക്കപ്പള്ളിയിൽ യുവതി ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായി. മൈനാക്കപ്പള്ളി തോട്ടുമുഖം ശ്യാം ഭവനിൽ പൊടിമോൻ എന്നറിയപ്പെടുന്ന രാജീവിൻ്റെ ഭാര്യ ശ്യാമയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ഭർത്താവ് രാജീവിനെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാര്യം ഇദ്ദേഹത്തിന് ഇൻവോൾവ്മെൻറ്റ് ഇവരുടെ മരണത്തിലുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇനി അടൂരിൽ നടന്ന സംഭവം, പത്തനംതിട്ട അടൂർ കോടതി വളപ്പിൽ പ്രതിയുടെ ഒരു അഭ്യാസം. ഷർട്ട് ഊരിക്കളഞ്ഞ പ്രതി കരാട്ടെ സ്റ്റെപ്പുകൾ കാണിച്ചു. അഭിഭാഷകരും പോലീസുകാരും നോക്കി നിൽക്കുകയായിരുന്നു ഈ കരാട്ടെ മാസ്റ്ററുടെ പ്രകടനം. കടയുടമയെ മർദ്ദിച്ച കേസിൽ പിടിയിലായ ജോജൻ ഫിലിപ്പാണ് ഈ അഭ്യാസം എടുത്തത്. അതൊന്ന് കണ്ടോളൂ അദ്ദേഹം എങ്ങനെയാണ് കോടതി വളപ്പിലാണ് ഈ നടക്കുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്തെ, ഈ കരാട്ടയെ മിസ്യൂസ് ചെയ്ത ഈ മനുഷ്യന്റെ പ്രകോപനം എന്തായിരുന്നു? SKN ഈ കേസ് വിളിക്കാൻ അല്പസമയം വൈകിയെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസുകാർ വിലങ്ങഴിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ഷർട്ട് ഊരിക്കളയുകയാണ് ആദ്യം ഈ ജോജൻ ചെയ്തത്. അതിനുശേഷം പിന്നീട് കരാട്ടെ സ്റ്റെപ്പ് ഓരോന്നായി കാണിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റോളം അഭ്യാസം തുടർന്നു. അപ്പോൾ അവിടെ കൂടി നിന്ന ആരോ ആണ് ഈ വീഡിയോ പകർത്തിയത്, ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് APPയെ വിവരം അറിയിച്ചു. ഇയാളുടെ ബെൽറ്റ് ഏതാന്ന് പറഞ്ഞില്ല, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് തോന്നുന്നു SKN, അദ്ദേഹത്തിന്റെ അഭ്യാസ പ്രകടനമൊക്കെ കണ്ടിട്ട്. എന്തായാലും പോയില്ലെന്ന് തോന്നുന്നു SKN. കുഴപ്പമില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ APP തന്നെ ഇടപെട്ട കേസ് വിളിച്ചു. ഇയാളെ എന്തായാലും കൊട്ടാരക്കര ജയിലിലാക്കിയിട്ടുണ്ട്. ഇനി അവിടെ അഭ്യാസ പ്രകടനം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കരാട്ടെ മാസ്റ്റർ കോടതിയോട് കയറി കളിച്ച് ശരിയായില്ല, ഫലം അനുഭവിച്ചു പോകും. ഇനി ശബരിമലയിലേക്ക്. നാളെ നിങ്ങൾക്കറിയാം മകരവിളക്കാണ്. മകരജ്യോതി ദർശിക്കാൻ പതിനായിരങ്ങൾ ശബരിമല സന്നിധാനത്തെത്തുന്ന ദിവസമാണ് നാളെ. പ്രശസ്തമായ മകരജ്യോതി ദർശനത്തിന് ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ എത്തിച്ചേരാറുണ്ട്. നാളെ ഒരു ദിവസം തന്നെയാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. നാളെ മകരവിളക്കാണ്. മഹോത്സവത്തിന് ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരം ശബരിമല സന്നിധാനത്തെത്തും. നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. രാഹുൽ സുരേഷ് ശബരിമലയിൽ നിന്നും തത്സമയം ചേരുകയാണ്. രാഹുൽ സുരേഷ്, പറയൂ. SKN ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു പുണ്യദിനം കൂടിയാണ് ഈ മകരവിളക്ക് ദിനം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ശബരിമല സന്നിധാനത്തെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ദേവസ്വത്തിൻ്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ സംബന്ധിച്ച് അന്തിമ യോഗവും ചേർന്നിട്ടുണ്ട്. നാളെ ഏതാണ്ട് ഒരു 55,000 തീർത്ഥാടകർ കൂടി സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ 1.5 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ഇവിടെ എത്തി വിരിവെച്ച് കഴിഞ്ഞു. അപ്പോൾ നാളെ കൂടി ആ തീർത്ഥാടകർ എത്തുമ്പോൾ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് ഏതാണ്ട് 5000-ലധികം പോലീസുകാരാണ് വിവിധയിടങ്ങളിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നാളെ രാവിലെ 8:45-നാണ് മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി അയച്ച നെയ്യ് ഈ സമയത്ത് അഭിഷേകം ചെയ്യും.
തുടർന്ന് വൈകിട്ട് 5:30 ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അവിടെ ദേവസ്വം ബോർഡ് ജീവനക്കാർ അത് സ്വീകരിക്കും. തുടർന്ന് 6:30 നമ്മളിപ്പോൾ ഉള്ള ക്ഷേത്ര സന്നിധിയിലെ ഈ കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണം ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും പ്രസിദ്ധമായ ദീപാരാധന നടക്കാൻ പോകുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മല കയറാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. അതുമാത്രമല്ല 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഒന്നിച്ച് മലയിറങ്ങാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ജാഗ്രത 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് പാലിക്കണമെന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ശബരിമല സന്നിധാനത്ത് അഭൂതപൂർവമായ തിരക്കായിരിക്കും നാളെ മറ്റന്നാളും അനുഭവപ്പെടുക. മകരജ്യോതി ദർശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പമ്പയിലേക്ക് പോകാനുള്ള തിരക്കിൽ ആളുകൾ തിരക്കിട്ടിറങ്ങുന്നത് സാധാരണ കാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത്. എല്ലാവിധമായ ശ്രദ്ധയും എടുക്കണം. കാര്യം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തിക്കി ഈ പമ്പയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാളെ. ശബരിമല മകരജ്യോതിയും മകരവിളക്കും ഒക്കെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. UGCയുടെ നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. ഈ മാസം 15-ാം തീയതി, അതായത് മറ്റന്നാൾ നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മകരസംക്രാന്തി, പൊങ്കലടക്കമുള്ള ഉത്സവങ്ങൾ കണക്കിലെടുത്താണ് UGC മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പരീക്ഷ നെറ്റിൻ്റെ പരീക്ഷയാണ് മാറ്റിയിരിക്കുന്നത്. നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് UGCയുടെ അറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, UGC 15-ാം തീയതി നടത്താനിരുന്ന പരീക്ഷ, നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. സീന മുഹമ്മദ് പറയുന്നത്, എൻ്റെ മോൻ SKN അങ്കിളിൻ്റെ ഷട്ടിൽ സ്പൈഡറാണെന്ന് പറഞ്ഞ് TV നോക്കാതെ മുഖം തിരിഞ്ഞിരിക്കുകയാണെന്നാണ് സീന മുഹമ്മദ് പറയുന്നത്. ഇതാണോ സ്പൈഡറാണെന്ന് ഉദ്ദേശിച്ചത്? ഇത് സ്പൈഡറൊന്നും, ഇത് ഐറ്റം വേറെ. ഇതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ ഫ്ലവേഴ്സിൽ 9:30 കാണാം. ഇത് ഐറ്റം വേറെ. ഇനി ഇന്നത്തെ വാർത്താപ്പകൽ സംഭവിച്ച വാർത്തകൾ. വാർത്താപ്പകൽ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ആവശ്യമെങ്കിൽ NM വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് MV ഗോവിന്ദൻ. സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമോ എന്ന് പറയാൻ താൻ KPCC പ്രസിഡന്റ് അല്ലെന്ന് VD സതീശൻ. റേഷൻ വ്യാപാരികൾ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും. വേതന പരിഷ്കരണവും കമ്മീഷൻ കുടിശ്ശികയും ആവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ സമരാഹ്വാനം. ടെക്നോ പാർക്കിൽ വേൾഡ് ട്രേഡ് സെന്റർ വരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ഒരുക്കാൻ ബ്രിഗേഡ് ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പിട്ടു. പ്രീമിയം IT സ്പേസ്, ബിസിനസ് ക്ലാസ് ഹോട്ടൽ എന്നിവ അടങ്ങുന്നതാണ് വേൾഡ് ട്രേഡ് സെന്റർ. സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും തർക്കം രൂക്ഷം. നേതാക്കൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതോടെ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടേക്കും. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വം KPCCക്ക് നിർദ്ദേശം നൽകി. ഏകീകൃത കുർബാനയെ ചൊല്ലി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ പ്രതിഷേധത്തിന് താൽക്കാലിക പരിഹാരം. പ്രശ്നങ്ങൾ പഠിക്കാൻ 1 മാസം സമയം വേണമെന്ന മെത്രാപ്പൊലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ ആവശ്യം അംഗീകരിച്ചു. ബസലിക്കയിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് 21 വൈദികരും മടങ്ങി. JM രവി എന്ന പേര് മാറ്റുന്നതായി താരം. എല്ലാവരും രവി മോഹൻ എന്ന് വിളിക്കണമെന്ന് അഭ്യർത്ഥന. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിൽ നാളെ ഹർത്താൽ അരങ്ങേറും. ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരിക്കും ഈ ഹർത്താൽ. അതുപോലെ ദിനേശ് ഹരിപ്പാട് ഒരു കാര്യം അറിയിക്കുന്നു. അദ്ദേഹം ഇന്ന് മുഴുവൻ ഈ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മകരസംക്രാന്തിയോടനുബന്ധിച്ച് വടക്കേ ഇന്ത്യയിൽ ലോഹരി ഉത്സവം ആഘോഷിച്ചു. ശൈത്യകാലത്തിന് വിട നൽകുന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ സൈനികരുടെ ലോഹരി ആശംസകൾ എന്നുകൂടി അദ്ദേഹം പറയുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിനീത വിജിയോട് ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു. താങ്കളുടെ ഉപദേശം നന്ദി ഹരിപ്പാടെ. ഇനി വാൽകഷ്ണം.
പലരെയും രാജി വെറുപ്പിക്കുമെന്ന് കട്ടായം പറഞ്ഞ് ഏറനാട്ടിൽ നിന്ന് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് അവസാനം സ്വയം രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ് PV അൻവർ. രാജിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു മാപ്പ് കയറി പറയുകയും ചെയ്തു. രാജിയിൽ അൻവർ ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? M. അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. ADGPനെ, മുഖ്യമന്ത്രിനെ, പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ, അങ്ങനെ ഒരു ഡസൻ കണക്കിന് ആളുകളെ രാജിവെപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. ഇപ്പം എന്തായി? ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയും രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആരും രാജിവെക്കാത്ത സ്ഥിതിക്ക് അൻവർക്ക് എന്നെ സ്വയം അങ്ങോട്ട് രാജിവെച്ചിട്ട് അതിലൊരു മനസ്സുഖം കണ്ടെത്തി. അങ്ങനെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് സങ്കടം പറയാൻ വണ്ടി കയറി എവിടെ പോകണം? മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പാവം സങ്കടം ഒരുപാട് പറഞ്ഞു. എല്ലാ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് ഇവിടെയൊന്നും ഇല്ലാത്തൊരു പാർട്ടിനെ തേടിയിട്ട് ഉത്തരേന്ത്യയിൽ പോകേണ്ട എന്തൊരാവശ്യം. അപ്പം ഇനി കുമ്പസാരം തുടങ്ങുകയാണ്. മനസ്സിൽ നീറി കടന്ന ഒരുപാട് കാര്യങ്ങൾ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ആ 150 കോടി അത് കൊടുന്ന ലോറി ഇതാ കടലിൽ തള്ളാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. അന്നൊക്കെ ഫേസ്ബുക്കിൽ സതീശനിട്ട് കുത്തി അപ്പുറത്ത് പോയി നിന്ന് കരയായിരുന്നു പാവം. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഇനി സഹിക്കാൻ പറ്റൂല. മനസ്സമാധാനമായിട്ട് ഒന്ന് പോയി ഉറങ്ങണം. പറ്റുകച്ചാൽ UDFലൊന്ന് കയറി പറ്റുകയും വേണം. അതിനുള്ള കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരു മാപ്പ് കിട്ടിക്കണോ? ആർക്കെങ്കിലും വേണോ? ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. എന്താ നിങ്ങൾക്ക് മുഖത്തൊരു തെളിച്ചക്കുറവ്? ആത്മാർത്ഥത പോരെ? മൂപ്പരിനി പൊട്ടിക്കരയണോ? ആത്മാർത്ഥമായി മാപ്പി ചോദിക്കുകയാണ്. നമ്മളെ കടന്നൽ രാജാവായിരുന്നു. എവിടുക്കാ ഇപ്പം മൂപ്പരെ പോക്ക്? അവസാനം അവിടെ എത്തുക UDFലാണ്, വേറെ ഒന്നുമില്ല. UDFൽ കയറ്റുമോ കൺവീനറെ? അൻവർ കോൺഗ്രസിൽ വരണമെന്നോ UDFൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. സതീശേട്ടാ, മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാലോ? ഞാൻ പാർട്ടിയും UDFും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. അപ്പൊ വാതിലുങ്ങൾ അന്ന് അടച്ചു കുറ്റിട്ടതല്ലേ? വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല. അതിന് നമ്മളെ UDFന്റെ കൺവീനറെ വാതിലും ചാരി അവിടെ തന്നെ നിൽക്കുകയാണ്. അൻവർ ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇതിലേക്ക് വരുമെന്ന് സൂചന വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചല്ലോ. ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ ഒരിക്കലും UDFലേക്കോ കോൺഗ്രസിലേക്കോ സ്വാഗതം ചെയ്യില്ല. കണ്ടോ, മൂപ്പര് തുറന്നു കൊടുക്കണില്ല. പക്ഷെ ഇപ്പൊ തുറന്നിട്ടുമില്ല. അല്ല, ഇതിപ്പോ വാതിൽ അടച്ചോ അതോ തുറന്നോ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തുറന്നു കിടക്കുക എന്നാണ് മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കുക. വാതിൽ ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോ വേണമെങ്കിലും അത് തുറക്കും. അല്ല, തുറന്നതിൽ കയറി പോവോ അൻവർക്ക? അല്ല, അതപ്പോൾ നമുക്ക് ആലോചിക്കാനേ. മാഷേ, ആലോചന തീർന്നിട്ടില്ല കേട്ടോ. അദ്ദേഹം എവിടെയൊക്കെയാ പോകുന്നതെന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോന്ന് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു അവസാനം ഇല്ലല്ലേ? അവസാനം അവിടെ എത്തുക UDFലാണ്, വേറെ ഒന്നുമില്ല. അപ്പോ അൻവറിനെ എവിടെ എത്തിക്കുമെന്നും ആരൊക്കെയോ വിചാരിച്ചിടത്ത് അൻവർ എത്തുമോ എന്നും കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.